ഒരു ഈസി വേയിൽ പാനിപൂരി ഉണ്ടാക്കിയല്ലോ. ഓക്കെ, അതിന് വേണ്ടത് മിൻറ്റ് ലീഫ്, കൊറിയാണ്ടർ ലീഫ്, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് ഉപ്പും നാരങ്ങ നീരും പിന്നെ പാനിപൂരി മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേക്ക് പാനിപൂരിക്കകത്ത് അടുത്ത ഇതിന് വേണ്ടത് അകത്തുള്ള ഫില്ലിംഗ് ആണ്. അതിന് കിഴങ്ങ് നല്ലതായിട്ട് വേവിച്ചെടുക്കണം. അതൊരു രീതിയിൽ മാഷ് ചെയ്ത് നല്ലതായിട്ട് എടുക്കാം. പിന്നെ വേണ്ടത് ചാട്ട് മസാല, കുറച്ച് ഉപ്പ്, കടല ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കടല, പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീഫ്, സബോള എല്ലാം കൂടെ എടുത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇനി വേണ്ടത് പാനിപൂരിയാണ്. പാനിപൂരിയുടെ പൂരി ഞാൻ എയർ ഫ്രയറിൽ വറുത്തെടുക്കുക, ഏറ്റവും ഈസി മാർഗം. ഓക്കെ, അങ്ങനെ നമ്മുടെ പാനിപൂരി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റ് ഉണ്ടോ വെച്ച് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. Enjoy your pani puri.